ദേവാമൃതത്തിൽ ഇനി വാസ്തുശാസ്ത്രം. വാസ്തു ജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾ നമുക്ക് നിർദ്ദേശിച്ചു തരുവാനും ഒപ്പം വാസ്തുശാസ്ത്രത്തെ നിലവിലുള്ള ഒരുപാട് സംശയങ്ങൾക്ക് ദൂരീകരണം ഉറപ്പുവരുത്തുവാനും ഒക്കെ പ്രമുഖ വാസ്തു ജ്യോതിഷാചാര്യൻ ശ്രീ ഡെന്നിസ് ജോ ആണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. അദ്ദേഹത്തെ വളരെ സ്നേഹാദരങ്ങളോടെ നമുക്ക് ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം. ഇന്നത്തെ കത്തിലേക്ക് പ്രിയങ്കരനായ ഡെന്നിസ് ജോയ് സർ, ഞാൻ മാവേലിക്കരയിൽ നിന്നും എഴുതുന്നു. ഇവിടെ 20 സെൻറ് സ്ഥലത്ത് 2000 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു പഴയ വീട് ഞാൻ വിലയ്ക്ക് വാങ്ങി. ഇവിടെ വന്നതിൽ പിന്നെ എന്നും ഓരോരോ പ്രശ്നങ്ങളാണ്. ദാമ്പത്യപരമായി എന്നും കലഹങ്ങളും കൂടാതെ സാമ്പത്തികമായി തകർന്ന അവസ്ഥയുമാണ്. ലോൺ പോലും അടയ്ക്കാൻ പറ്റുന്നില്ല. എങ്ങനെയെങ്കിലും ഈ പ്രശ്നത്തിൽ നിന്നും പരിഹാര മാർഗം നിർദ്ദേശിച്ചുകൊണ്ട് രക്ഷപ്പെടുത്തണം, കരകയറ്റണം എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാ ഡീറ്റെയിൽസും വെച്ചിട്ടുണ്ട്. ദയവായി മറുപടി തരണം, കത്തൊഴിവാക്കരുതെന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇവരൊരു പഴയ വീട് വിലയ്ക്ക് വാങ്ങിയതാണ്. കാരണം വെച്ചാൽ നമ്മൾ നേരത്തെയുള്ള എപ്പിസോഡിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. കാരണം വെച്ചാൽ ഒരാൾ നമ്മൾ വിൽക്കുന്ന ഒരു വീട്ടിൽ നമ്മൾ രണ്ടാമത് വിലയ്ക്ക് വാങ്ങിക്കാൻ പോകുമ്പോൾ നിലവിൽ അതിനകത്ത് ഏതെങ്കിലും രീതിയിലുള്ള വാസ്തു സംബന്ധമായിട്ടുള്ള കംപ്ലയിൻറ്റുകളോ അല്ലെങ്കിൽ ഭൂമി സംബന്ധമായിട്ടുള്ള കംപ്ലയിൻറ്റുകളോ എന്തായാലും കാണും. അപ്പോൾ നമ്മളത് വാങ്ങിക്കുന്നതിന് മുമ്പ് വാസ്തുക്കാരെ ആരെങ്കിലും കാണിച്ച ശേഷം അതിനകത്ത് ഏതെങ്കിലും രീതിയിലുള്ള വാസ്തുവിൻ്റെ കംപ്ലയിൻ്റ് ഉണ്ടോ എന്ന് തിരക്കണം. വാസ്തുവിൻ്റെ കംപ്ലയിൻറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് വേണ്ടുന്ന പ്രതിവിധി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളത് ചെയ്ത ശേഷം മാത്രമേ നമ്മളിത് കയറി താമസിക്കാൻ പാടുള്ളൂ. ചില സമയത്ത് ചിലപ്പം വാസ്തുവുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയമാവണമെന്നില്ല, ചിലപ്പോൾ വസ്തുവുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളാവും. അത് ഏതെങ്കിലും ഒരു ജ്യോത്സ്യന്മാരെ സമീപിച്ച് കഴിഞ്ഞാൽ അവരതിനെന്താണ് ദോഷം എന്നുള്ളത് കണ്ടുപിടിച്ച് തരും. അതിന് വേണ്ടുന്ന പ്രതിവിധി ചെയ്ത ശേഷം മാത്രമേ നമ്മൾ സ്ഥിരമായിട്ട് താമസിക്കാൻ പോകാവൂ. ഈ ഒരു വീടിൻ്റെ പ്ലാൻ നമ്മൾ എടുക്കുമ്പോൾ ഇത് ശരിക്കും ഒരു 2.5 മീറ്റർ ഭൂമിയിലോട്ട് മെയിൻ റോഡിൽ നിന്ന് താഴെ നിൽക്കുന്ന സ്ഥലമായിട്ടാണ് ഇതിൻ്റെ അത് കാണുന്നത്. കാരണം വെച്ചാൽ ഇത്രയും ഭൂമിയിലോട്ട് 2.5 മീറ്ററൊക്കെ റോഡ് ലെവലിൽ താഴെ നിൽക്കുന്ന വീടുകളിൽ ശരിക്കും ഭദ്രാഭേദം ഉണ്ടാക്കുമെന്ന് പറയും. കാരണം വെച്ചാൽ രോഗങ്ങളും ദാരിദ്ര്യങ്ങളും ഒക്കെ ഉണ്ടാക്കുന്ന ഒരവസ്ഥയിലേക്ക് വരും. അതുപോലെ ഈ ഒരു സ്ഥലത്തിൻ്റെ പ്ലാൻ നമ്മൾ എടുക്കുമ്പം നമ്മൾ പ്രശ്നം വെച്ച് നോക്കുന്ന സമയത്ത് സ്ഥലത്ത് ശരിക്കും വെച്ചാരാധന ദോഷമായിട്ടാണ് കാണുന്നത്. കാരണം വെച്ചാൽ അതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ ഏതെങ്കിലും ഒരു കർമ്മിയെ കൊണ്ട് ചെയ്യിപ്പിച്ചെങ്കിൽ മാത്രമേ ഇതിൻ്റെ സ്വസ്ഥവും സമാധാനമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് പറ്റുകയുള്ളൂ. അതുപോലെ ചുറ്റളവ് തെറ്റാണ്. പലപ്പോഴും നമ്മളൊരു വീട് രണ്ടാമത് വിലയ്ക്ക് വാങ്ങിക്കുമ്പോൾ അതിൻ്റെ ചുറ്റളവ് എടുക്കുന്ന സമയത്ത് മിക്കവാറും അത് ചുറ്റളവ് തെറ്റായിരിക്കാം, മരണ ചുറ്റിലായിരിക്കാം ചിലപ്പോഴും നിൽക്കുന്നത്. കാരണം വെച്ചാൽ ഒരിക്കലും അത് സ്ഥിരമായിട്ട് ഒരാളതിനകത്ത് താമസിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒരാൾ കൈമാറി പോകേണ്ട അവസ്ഥയിലേക്ക് വരാം. അപ്പം ഇതിൻ്റെ അകത്തെ ചുറ്റളവ് തെറ്റായതുകൊണ്ട് തന്നെ ഓരോ ചുറ്റിനും ഓരോ ഗുണഫലങ്ങളും ദോഷഫലങ്ങളും പറയുന്നുണ്ട്. ഈ ചുറ്റളവ് എടുക്കുമ്പം ഇതിനകത്ത് താമസിക്കുന്ന ഈ ചുറ്റളവിൽ താമസിക്കുന്ന വീട്ടിൽ നമ്മൾ സ്ഥിരമായിട്ട് താമസിച്ചാൽ നമ്മുടെ സ്വത്തുക്കളും ആസ്തികളും ഒക്കെ നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് പോകാം. അപ്പോൾ ചുറ്റളവ് ഒരു 85 സെൻറ്റിമീറ്ററോട് കൂട്ടിയെടുക്കുക. 85 എന്നുള്ളത് 100 എടുത്താലും കുഴപ്പമില്ല, പക്ഷേ 85 താഴോട്ട് പോകാൻ പാടില്ല. അതുപോലെ ഇതിനകത്ത് ഒരു അതിരുമുട്ട് വരുന്നുണ്ട്. വേറൊരു വീടിൻ്റെ മുട്ടതിര് വരുന്നതുകൊണ്ടാണ് അതിരുമുട്ട എന്ന് പറയുന്നത്. അപ്പം വീടിൻ്റെ 4 സൈഡിലും മതിൽ കെട്ടി ആ മുട്ടതിൽ എവിടെ വരുന്നു ആ ഹൈറ്റിൽ മതിൽ കെട്ടി തിരിച്ചാൽ ആ വിഷയം പൂർണ്ണമായിട്ടും മാറിക്കിട്ടും. വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ഗേറ്റ് കൊടുക്കണം. കാരണം വെച്ചാൽ ഇപ്പോൾ ഇതിൻ്റെ ഗേറ്റ് നിലവിൽ നിൽക്കുന്നത് തെക്ക് പടിഞ്ഞാറ് ഭാഗത്താണ്. കാരണം വാസ്തു അനുസരിച്ച് നമ്മൾ ഒരിക്കലും തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നമ്മൾ ഗേറ്റ് കൊടുക്കില്ല. കാരണം തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഗേറ്റ് കൊടുത്താൽ ഒന്ന് പൈസ നിൽക്കില്ല, അതല്ല അതുമായിട്ട് ബന്ധപ്പെട്ട് പല വിഷയങ്ങളും വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തെക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള ഗേറ്റ് പൂർണ്ണമായിട്ടും മാറ്റി വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് കൊടുക്കുക. വടക്ക് പടിഞ്ഞാറിൻ്റെ ഉച്ചസ്ഥാനത്തായിട്ട് കൊടുക്കാൻ കുറച്ചുകൂടെ ബെറ്ററാണ്. അതുപോലെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ഒരു കാർ പോർച്ചിന് ഫൗണ്ടേഷൻ കൊടുത്തിട്ടുണ്ട്. കാരണം വെച്ചാൽ ഈ ഒരു വീടിനെ സംബന്ധിച്ചിട്ട് ഇതിൻ്റെ വടക്ക് പടിഞ്ഞാറ് പോർഷൻ എന്ന് പറയുന്നത് കുട്ടികളുടെ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. 2 ദാമ്പത്യത്തിൻ്റെ ഭാഗമാണ്. അപ്പം ഈ ദാമ്പത്യത്തിൻ്റെ ഭാഗം കട്ട് ചെയ്ത് പോയിരിക്കുക എന്ന് നമ്മൾ വാസ്തുവിൽ പറയും. അപ്പോൾ ഈ കട്ട് ചെയ്ത് പോയിരിക്കുന്ന പോർഷൻ കൂടി ഭൂമിക്കടി കൂടി ഒരു ബേസിക് ഫൗണ്ടേഷൻ കൊടുത്താൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തിൻ്റെ ദോഷം പൂർണ്ണമായിട്ടും മാറിക്കിട്ടും. അല്ലെങ്കിൽ ഉള്ള കുഴപ്പമെന്ന് വെച്ചാൽ ഇതിനകത്തൊരു ഭാര്യയും ഭർത്താവും കൂടെ താമസിച്ചാൽ ഒരിക്കലും ഇവരുടെ കലഹങ്ങൾ വിട്ടുമാറില്ല. ചിലപ്പോൾ രാത്രി കിടന്ന് ഉറങ്ങിയാൽ പോലും വഴക്കുകളാവും, ആഹാരം കഴിക്കാതിരുന്ന വഴക്കാവും. ഒരിക്കലും ഒരു സ്വസ്ഥയും സമാധാനം ഒരു ഐക്യത ഇവർക്ക് ഒരിക്കലും ഉണ്ടാവില്ല. ഇനി വഴക്കും ബഹളങ്ങളും ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ പോലും ചിലപ്പം ഇതിൽ ആർക്കെങ്കിലും ഒരാൾക്ക് അസുഖങ്ങളോ കാര്യങ്ങളോ വരാനുള്ള സാധ്യത കൂടുതലായിരിക്കും. ദാമ്പത്യപരമായിട്ട് ഒരിക്കലും ഏതെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ വന്നുകൊണ്ടേയിരിക്കും. അതുപോലെ ഇതിൻ്റെ കിഴക്കുവടക്ക് ഭാഗത്തായിട്ടൊരു വാട്ടർ ടാങ്ക് കൊടുത്താൽ കുറച്ചുകൂടെ ബെറ്ററാണ്. കാരണം വെച്ചാൽ ഇതിനകത്ത് ഒരു കിണർ എന്ന് പറയുന്ന ഒരു സാധനം ഇതിനകത്ത് കാണിച്ചിട്ടില്ല. കാരണം വെച്ചാൽ എപ്പോഴും നമ്മുടെ കിഴക്കുവടക്ക് ഭാഗത്തായിട്ട് ഒരു നനവ് ഉണ്ടെങ്കിൽ സാമ്പത്തികപരമായിട്ടുള്ള ഉയർച്ചയും അഭിവൃദ്ധിയും ഐശ്വര്യമൊക്കെ ഉണ്ടാവാൻ അത് കാരണമായി തരും. അപ്പം ഇവർക്ക് ഒന്നും കൊടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ വടക്ക് കിഴക്ക് ഭാഗത്ത് ഈശാൻ്റെ കട്ടി ചെയ്യാതെ ഇവിടെ ഒരു വാട്ടർ ടാങ്കോ
അല്ലെങ്കിൽ ഒരു മീൻ കുളമോ കൊടുത്ത് അതിനകത്ത് വെള്ളം നിറച്ചിടുകയാണെങ്കിൽ സാമ്പത്തികപരമായിട്ട് കുറച്ചുകൂടി ഇവർക്ക് പുരോഗതി ഉണ്ടാവാനായിട്ട് സാധിക്കും. ഇവരെന്നോട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ദാമ്പത്യപരമായിട്ടുള്ള കലഹമൊക്കെയാണ്, സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെയാണ്. അതെല്ലാം വീടുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുണ്ട്. കാരണം വെച്ചാൽ ഈ സ്ഥലത്തിന് നല്ല ദോഷമുള്ളതാണ്. കാരണം വെച്ചാൽ നമ്മൾ നല്ല പൈസ ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഇതിൻ്റെ അകത്തൊരു പുരോഗമനം ഉണ്ടാവാത്ത അവസ്ഥയ്ക്ക് അപ്പോൾ സ്ഥലത്തിൻ്റെ ദോഷങ്ങൾ ആദ്യം നിങ്ങൾ ക്ലിയർ ചെയ്യണം. 2, നമ്മുടെ ഗേറ്റിൻ്റെ കാര്യങ്ങൾ, അതുപോലെ കിഴക്കുകിഴക്ക് ഭാഗത്തൊരു വാട്ടർ ടാങ്കോ അല്ലെങ്കിൽ ഒരു മീൻകുളമോ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവർക്ക് അത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ വാസ്തുവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഈ ദോഷങ്ങൾ പൂർണ്ണമായിട്ടും മാറിക്കിട്ടും. ഇത്തരത്തിലുള്ള ചില പ്രശ്നങ്ങളോടൊപ്പം തന്നെ കണ്ടുവരുന്നതാണ് പലപ്പോഴും വീട്ടിനുള്ളിൽ ഐക്യം നിലനിൽക്കുന്നില്ല. അതല്ലെങ്കിൽ ഐക്യം നിലനിൽക്കുന്നില്ല എന്ന് മാത്രമല്ല, വീട്ടിൽ എല്ലാ അംഗങ്ങളും ഒരുമിച്ചുണ്ടാകാൻ സാധിക്കാത്ത ഏതെങ്കിലും തരത്തിലുള്ള സാഹചര്യങ്ങൾ, ഒരു പക്ഷേ ഹസ്ബൻഡിനും വൈഫിനും വേറെ ദൂരെയുള്ള സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നതാവാം. അതായത് അവർ വീടിനുള്ളിൽ സ്പെൻഡ് ചെയ്യുന്ന ഒരു ടൈം എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും, എല്ലാവരും ഒരുമിച്ചുള്ള ടൈം. അത് ഈ പറയുന്ന വാസ്തുവായിട്ട് ചില തരത്തിൽ ബന്ധമുണ്ടാവാറില്ല. അത് ഏതൊക്കെ തരത്തിലാണ്, അത് എങ്ങനെയൊക്കെയാണ്? അങ്ങനെ വരുമ്പോൾ ഒന്നുകിൽ വീടിൻ്റെ ചുറ്റളവ് തെറ്റായിരിക്കാം. 2, ദാമ്പത്യപരമായിട്ട് ഒന്നിച്ച് ജീവിക്കാൻ പറ്റാത്ത പല വീടുകളിലും നമ്മൾ എടുക്കുമ്പം വീടിൻ്റെ ദാമ്പത്യത്തിൻ്റെ പോർഷൻ മിക്കവാറും കട്ടിങ് പോർഷനായിട്ടായിരിക്കും കാണുക. അങ്ങനെ വരുമ്പോഴാണ് പലപ്പോഴും ഭാര്യ മാത്രം നാട്ടിൽ, ഭർത്താവ് എപ്പോഴും ഗൾഫിലായിരിക്കാം. അവർ പലപ്പോഴും മാത്രമേ ഇവർ ഒന്നിച്ച് ജീവിക്കുന്നുള്ളൂ. അല്ലെങ്കിൽ ഒരു വർഷത്തിൽ 1-2 പ്രാവശ്യമായിരിക്കും ഇവർ ഒന്നിച്ച് മീറ്റ് ചെയ്യുക. ചില ആൾക്കാരുടെ ജാതകം എടുക്കുന്ന സമയത്ത് അതിൻ്റെ ചിലപ്പോൾ അവർക്ക് ഒരു ഡൈവേഴ്സിൻ്റെ വിഷയങ്ങൾ പോലെ ഉണ്ടാവാം. അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് പിന്നെ സമയം നല്ലതാണെങ്കിൽ ചിലപ്പോൾ ഹസ്ബൻഡ് ചിലപ്പോൾ വിദേശത്തായിരിക്കും, നാട്ടിലും ഭാര്യ മാത്രമേ കാണും. കാരണം വെച്ചാൽ ഒരിക്കലും ഇവർ ഒന്നിച്ച് താമസിക്കുക. എപ്പോഴും ഇതിനൊക്കെ ഒരു ടൈമുണ്ട്. എല്ലാ വർഷം എപ്പോഴും ഇത് ഒരുപോലെ നിൽക്കണമെന്നില്ല. ഓരോ ടൈം ചേഞ്ച് ചെയ്യുന്നതിനും വരെ ചിലപ്പോൾ ഈ ഒരു വിരഹത്തിൻ്റെ വിഷയങ്ങളുണ്ടാകാം. പിന്നെ ഈ പറഞ്ഞ പോലെ വീടിൻ്റെ അകത്ത് ഐക്യതയില്ലായ്മ, അതിനകത്തൊരു വിഷയം വെച്ചാൽ പല ആൾക്കാരുടെയും ജാതകങ്ങളൊന്നും അത് വ്യത്യസ്തമായിരിക്കും. ഇപ്പം ഭാര്യയുടെയും ഭർത്താവിൻ്റെയും വളരെ എല്ലാ പൊരുത്തങ്ങളൊന്നും എല്ലാം ഒരുപോലെ കിട്ടണമെന്നൊന്നുമില്ല. പിന്നെ ചില ആൾക്കാരുടെ ജാതകങ്ങൾ വ്യത്യസ്തമായതുകൊണ്ട് ഒരു വീടിൻ്റെ അകത്തെ ഗുണദോഷങ്ങൾ എല്ലാവർക്കും വ്യത്യസ്തമായിട്ടുള്ള ഗുണങ്ങളായിരിക്കും ചിലപ്പോൾ ഉണ്ടാകുക. ചിലപ്പം ഒരാൾക്ക് നല്ലതായിട്ടുള്ള ഒരു ഭാഗം വേറൊരാൾക്ക് മോശമായിരിക്കും. 3-ാമത്തെ കാര്യം വീടിൻ്റെ ചുറ്റളവാണ്. വീടിൻ്റെ ചുറ്റളവ് നല്ല രീതിയിലുള്ള ഒരു ചുറ്റിലേക്ക് നമ്മൾ നിലനിർത്തിയില്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സാമ്പത്തികമായിട്ട് ഉന്നമനം ഉണ്ടാവണമെന്നില്ല, വീടിൻ്റെ അകത്ത് ഐക്യത ഉണ്ടാവണമെന്നില്ല, വീടിൻ്റെ അകത്തൊരു സമാധാനം ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ വീടുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ അത് ബാധിച്ചു തുടങ്ങും. അപ്പോൾ ഇതിലെന്താണ് അവരെ ബാധിക്കുന്ന വിഷയം എന്ന് നോക്കി അതിന് വേണ്ടുന്ന പ്രതിവിധി പരിഹാരങ്ങൾ ചെയ്തു പോയാൽ ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഒരു കാരണവശാലും അവരെ ബാധിക്കാതെ പൂർണ്ണമായിട്ടും മാറിക്കിട്ടും. വാസ്തുശാസ്ത്രത്തിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. വാസ്തു ജ്യോതിഷപരമായ പ്രശ്ന പരിഹാരങ്ങൾക്കും വാസ്തു ലോകത്തെക്കുറിച്ച് തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അതിന് ദൂരീകരണത്തിനുമൊക്കെയായി പ്രമുഖ വാസ്തു ജ്യോതിഷാചാര്യൻ ശ്രീ ഡെന്നിസ് ജോയിൽ നിന്ന് മറുപടി ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പ്രശ്നപരിഹാരങ്ങളും സംശയ ദൂരീകരണവും ഉറപ്പുവരുത്താവുന്നതുമാണ്. അതുപോലെ നിങ്ങളുടെ വാസ്തു ജ്യോതിഷപരമായ പ്രശ്ന പരിഹാരങ്ങൾക്കും സംശയ ദൂരീകരണത്തിനും ഒക്കെയായി ഞങ്ങൾക്കും എഴുതിയിരിക്കേണ്ട വിലാസം: പ്രൊഡ്യൂസർ ദേവാമൃതം, കൗമുദി TV, കൗമുദി ബിൽഡിംഗ്സ്, പേട്ട, തിരുവനന്തപുരം. ദേവാമൃതത്തിൻ്റെ മനോഹരമായ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു പുതുമ നിറഞ്ഞ അധ്യായവുമായി വീണ്ടും കണ്ടുമുട്ടാം എന്ന ശുഭപ്രതീക്ഷയോടെ വിടവാങ്ങുന്നു. നന്ദി, നമസ്കാരം. മറക്കുന്നു നാം ഇന്നു നമ്മളെ തന്നെ, വേദാന്തമില്ലാത്ത നാൾ വഴിയിൽ അറിവിൻ്റെ ദിവ്യപ്രഭയായി ചൊരിയുന്നു ഗുരുവരുളാകുന്ന ദേവാമൃതം, ഗുരുവരുളാകുന്ന ദേവാമൃതം.